നോക്കിയ ബീഹാർ നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ ആത്യന്തിക വിധി അറിയാനുള്ള കാത്തിരിപ്പിന് ഇനി ഒരു ദിവസം മാത്രം. വെള്ളിയാഴ്ച രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ സംസ്ഥാനത്ത് അടുത്ത 5 വർഷം ആര് അധികാരം കൈയാളും എന്നതിനെ കുറിച്ചുള്ള ചിത്രം 10 മണിയോടെ വ്യക്തമാകും. എക്സിറ്റ് പോൾ ഫലങ്ങൾ പുറത്തു വന്നതിനു ശേഷം ബീഹാറിലെ രാഷ്ട്രീയ അന്തരീക്ഷം ചൂട് പിടിച്ചിരിക്കുകയാണ്. പുറത്തുവന്ന മിക്ക സർവേ ഫലങ്ങളും സംസ്ഥാനത്ത് NDA വൻ ഭൂരിപക്ഷത്തോടെ ഭരണം നിലനിർത്തും എന്നാണ് പ്രവചിക്കുന്നത്. എന്നാൽ മഹാസഖ്യത്തിന് കേവല ഭൂരിപക്ഷം ലഭിക്കുമെന്ന് ഒരു സർവേയും പ്രവചിച്ചിട്ടില്ല എന്ന വസ്തുതയും ശ്രദ്ധേയമാണ്. എക്സിറ്റ് പോൾ ഫലങ്ങൾ പരിശോധിക്കുമ്പോൾ രാഷ്ട്രീയ പ്രവചനങ്ങളിൽ പൊതുവെ കൃത്യത പുലർത്തുന്ന ആക്സിസ് മൈ ഇന്ത്യയുടെ ഫലവും NDAക്ക് മുൻതൂക്കം നൽകുന്നുണ്ട്. എന്നിരുന്നാലും കടുത്ത മത്സരം നടക്കുന്നുവെന്ന സൂചനയും ഈ സർവേ നൽകുന്നു. വിവിധ വിഭാഗങ്ങളിലായി നടത്തിയ സർവേയുടെ വിവരങ്ങൾ അനുസരിച്ച് NDAക്ക് 43% വോട്ടർമാരുടെ പിന്തുണയാണ് പ്രവചിക്കുന്നത്. മഹാസഖ്യത്തിന്റെ പിന്തുണ 41% സർവേ പറയുന്നുണ്ട്. ഇത് ഇരുപക്ഷവും തമ്മിലുള്ള വോട്ട് വ്യത്യാസം വളരെ നേർത്തതാണ് എന്ന് സൂചിപ്പിക്കുന്നു. ഇത് പല മണ്ഡലങ്ങളിലും ഫലം പ്രവചനാതീതമായിരിക്കും എന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. വോട്ടർമാരുടെ പിന്തുണ ജെൻഡർ അടിസ്ഥാനത്തിൽ പരിശോധിച്ചപ്പോൾ പുരുഷ വോട്ടർമാരുടെ പിന്തുണ കൂടുതൽ മഹാസഖ്യത്തിനാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. അതേസമയം സ്ത്രീകൾ NDA പക്ഷത്താണ് അടിയുറച്ചു നിൽക്കുന്നതെന്നും സർവേ പറയുന്നു. ഇത് സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പദ്ധതികൾ സ്ത്രീ വോട്ടർമാരിലേക്ക് ശക്തമായി എത്തിച്ചതിന്റെ ഫലമാണോ എന്നും രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട്. ജാതി തിരിച്ചുള്ള കണക്കുകളിൽ NDAക്കാണ് ഇപ്പോഴും വ്യക്തമായ മുൻതൂക്കം കാണുന്നത്. തൊഴിൽപരമായ വിഭാഗങ്ങൾ അനുസരിച്ചുള്ള പിന്തുണയിൽ തൊഴിൽ രഹിതമായ യുവാക്കളും വിദ്യാർത്ഥികളും മഹാസഖ്യത്തിനൊപ്പം നിലയുറപ്പിക്കുന്നു എന്ന് സർവേകൾ പറയുന്നു. ഇത് തേജസ്വി യാദവ് ഉയർത്തിക്കൊണ്ടുവന്ന തൊഴിലില്ലായ്മ എന്ന പ്രധാന വിഷയത്തെ യുവജനങ്ങൾ ഗൗരവമായി എടുത്തു എന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. എന്നാൽ സർക്കാർ ഉദ്യോഗസ്ഥർ, സർക്കാർ പദ്ധതികളുടെ പ്രയോജനം ലഭിച്ച സ്ത്രീകൾ, സ്വകാര്യ ജീവനക്കാർ തുടങ്ങിയവരുടെ പിന്തുണ NDAക്കൊപ്പമാണ് നിൽക്കുന്നത്. ഗ്രാമപ്രദേശങ്ങളിലും നഗരങ്ങളിലും NDA മുന്നേറ്റമാണ് പ്രവചിക്കുന്നത്. എക്സിറ്റ് പോളുകൾ NDA ഭരണം നിലനിർത്തുമെന്ന് പ്രവചിക്കുമ്പോഴും മഹാസഖ്യത്തെ നയിക്കുന്ന RJDയുടെ നേതാവ് തേജസ്വി യാദവിന് അനുകൂലമായ വ്യക്തിപരമായ ജനവിഹിതവും സർവേകൾ ചൂണ്ടിക്കാണിക്കുന്നു. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് 34 മുതൽ 37% വരെ ആളുകൾ തേജസ്വി യാദവിനെ പിന്തുണയ്ക്കുന്നു എന്നതാണ് വിവിധ സർവേകൾ പറയുന്നത്. ഈ ജനപിന്തുണ എക്സിറ്റ് പോളുകൾ നൽകുന്ന സീറ്റ് പ്രവചനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സംസ്ഥാനത്തെ യുവ നേതാവിനോടുള്ള പൊതുവികാരം എത്രത്തോളം ഉണ്ടെന്ന് വ്യക്തമാക്കുന്നു. RJD ഏറ്റവും വലിയ ഒറ്റകക്ഷിയാകാമെന്ന് പ്രവചിക്കുന്ന സർവേകൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിലും കൂട്ടായി ഭരണമുണ്ടാക്കാൻ കഴിയുന്ന ഭൂരിപക്ഷം മഹാസഖ്യത്തിന് ആരും പ്രവചിച്ചിട്ടില്ല എന്നതും NDAക്ക് ആശ്വാസം നൽകുന്ന ഒരു പ്രധാന ഘടകമാണ്. പ്രമുഖ തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ പ്രശാന്ത് കിഷോറിന്റെ ജൻസുരാജ് പാർട്ടിക്ക് ഈ തിരഞ്ഞെടുപ്പിൽ കാര്യമായ ചലനം സൃഷ്ടിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നും സർവേകൾ സൂചിപ്പിക്കുന്നു. ആക്സിസ് മൈ ഇന്ത്യ എക്സിറ്റ് പോൾ ജൻസുരാജ് പാർട്ടിക്ക് 4% പേരുടെ പിന്തുണ മാത്രമാണ് നൽകുന്നത്. ഇത് സംസ്ഥാനത്തെ പ്രധാന കക്ഷികൾക്ക് പുറമെ പുതിയ രാഷ്ട്രീയ ശക്തികൾക്ക് വേരുറപ്പിക്കാൻ ഇപ്പോഴും ബുദ്ധിമുട്ടുണ്ട് എന്നതിന്റെ സൂചനയാണ് നൽകുന്നത്. എല്ലാ എക്സിറ്റ് പോൾ ഫലങ്ങളെയും മഹാസഖ്യത്തിന്റെ നേതാവ് തേജസ്വി യാദവ് തള്ളിക്കളഞ്ഞിരിക്കുന്നു. തെരഞ്ഞെടുപ്പിൽ പോളിംഗ് ശതമാനം ഉയർന്നത് ഭരണമാറ്റത്തിന്റെ വ്യക്തമായ സൂചനയാണെന്നാണ് മഹാസഖ്യം അവകാശപ്പെടുന്നത്. ജനങ്ങൾ മാറ്റത്തിനായി വോട്ട് ചെയ്തു എന്നും എക്സിറ്റ് പോളുകൾ പ്രവചിച്ചതിനേക്കാൾ വലിയ മുന്നേറ്റം മഹാസഖ്യം നേടുമെന്നും അവർ ഉറച്ചു വിശ്വസിക്കുന്നു. എന്നാൽ NDA സർക്കാരിന് വൻ ഭൂരിപക്ഷം ജനങ്ങൾ നൽകിയിട്ടുണ്ടെന്നും ഭരണം നിലനിർത്തുമെന്നും BJP അവകാശപ്പെടുകയാണ് ചെയ്യുന്നത്. അതേസമയം പ്രശാന്ത് കിഷോർ പ്രതികരിച്ചത് ബീഹാർ കാണാൻ പോകുന്നത് എക്സിറ്റ് പോളുകൾക്കപ്പുറത്തെ വലിയ മാറ്റമായിരിക്കും എന്നതാണ്. എല്ലാ പ്രവചനങ്ങളും അവകാശവാദങ്ങളും നാളെ രാവിലെ വോട്ടെണ്ണൽ ആരംഭിക്കുമ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയോ ശരാശരി തെളിയുകയോ ചെയ്യും. ബീഹാർ ജനതയുടെ യഥാർത്ഥ വിധി എന്താണെന്ന് അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം മതി. ഈ തെരഞ്ഞെടുപ്പ് ഫലം സംസ്ഥാനത്തിന്റെ രാഷ്ട്രീയ ഭാവി മാത്രമല്ല, ദേശീയ രാഷ്ട്രീയത്തിലും വലിയ സ്വാധീനം ചെലുത്താൻ സാധ്യതയുണ്ട്.